കാക്കൂനി കോഴിയുടെ ഉണ്ടാക്കി കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഒരുത്ത റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ട് മാറ്റിയേക്കാം. പിന്നെ മൈദപ്പൊടിയിലോട്ട് നോർമൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പും 2 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വെള്ളം ഏറാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് സ്മൂത്ത് ആവണ വരെ കുഴച്ചെടുക്കുക. വെള്ളം ഏറിയാൽ നമുക്ക് കോഴിയുടെ ക്രിസ്പിനെസ് കിട്ടൂല കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നല്ലോണം നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കരിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം മാവിലും ചിക്കൻ വേവിച്ചതിലൊക്കെ ഉപ്പുള്ളതിനെ കൊണ്ട് ഉപ്പ് ഏറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും മല്ലിയിലും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇത് പുറത്തേക്ക് പോകാനുള്ളതിനെ കൊണ്ട് കേടാവാതെ നിൽക്കണം. അതിനായിട്ട് ഇത് നല്ലോണം ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കണം. ഇത് അടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കുക. അധികം കട്ടിയിലും അധികം കട്ടിക്കുറവിലും പരത്താതെ ഗ്ലാസ് ഒക്കെ വെച്ച് മുറിച്ചിട്ട് ഇതേപോലെ അട ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക. ഇത് സമൂസ പോലെ ആക്കൂട്ടോ. ഷോപ്പിലൊക്കെ അങ്ങനെ കണ്ടിക്കണേ. പിന്നെ ഇത് പൊരിക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ക്രിസ്പി ആവണ വരെ പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കണേ.